ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ഗോൾഡി ഫ്രാൻസിസ്. നല്ല പവർഫുൾ വോയിസ് ആണ് ഗോൾഡിയുടേത്. ഗോൾഡി നല്ല സ്റ്റേജ് പെർഫോമറാണ്. സ്റ്റേജിൽ ഒരുപാട് പോയിട്ട് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല പാടുന്നതിന് നല്ല പവറാണ്. ഏത് ടൈപ്പ് സോങ്സ്, ഒരു മെലഡി ആണെങ്കിലും ഫാസ്റ്റ് സോങ്സ് ആണെങ്കിലും പാടാനുള്ള ഒരു കഴിവ്. അത് കൂടാതെ ഗോൾഡി സ്റ്റേജ് പെർഫോമർ, നല്ലൊരു സ്റ്റേജ് പെർഫോമറാണ്. എങ്ങനെ, അതായത് ഓഡിയൻസിനെ എങ്ങനെ കയ്യിലെടുക്കണം എന്നുള്ള കാര്യം ഗോൾഡിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ഒരു പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു മത്സരാർത്ഥിയിൽ നിന്നും ചില സ്റ്റേജസിൽ വല്ലാതൊരു മൈനസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കണ്ടു നമ്മൾ. എന്നുവെച്ചാൽ മെയിൻലി ഗോൾഡിക്ക് സംഭവിച്ച എന്താന്ന് വെച്ചാൽ ചില റൗണ്ടിൽ നേസൽ ടോൺ കയറി വന്നു. ഗോൾഡി മെലഡി പാടുമ്പോൾ ആ മെലഡി പൂർണ്ണമായിട്ട് ആ മെലഡിയിലേക്ക് വരുന്നില്ല. ആ മെലഡി ആ ഫീല് കൃത്യമായിട്ട് വരുന്നില്ല. ഗോൾഡിയുടെ സിംഗിങ് ഞാൻ പറഞ്ഞു വളരെ ബോൾഡായിട്ട് പാടുന്ന ഒരു സിംഗറാണ്. പക്ഷെ ആ ബോൾഡ് ഞാൻ വിചാരിച്ചു അതേ ഒരു ഇതായിരിക്കും, ബോൾഡ്നെസ് ആയിരിക്കും ആ കുട്ടിയുടെ സ്വഭാവ രീതിയിലും. പക്ഷെ എലിമിനേഷൻ റൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിറങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗോൾഡി. ഫാസ്റ്റ് പാട്ട് പാടാൻ ഗോൾഡി വളരെയധികം മിടുക്കിയാണ്. നല്ല വോയിസിന് നല്ല വോളിയം ഉണ്ട്. ആർക്കും വോളിയം കിട്ടുക എന്ന് പറഞ്ഞ ഒരു ഫീമെയിലിന്റെ ഭാഗ്യമാണ്. അതിൽ വെച്ച് ഏറ്റവും നല്ല ഭാഗ്യമുള്ള ഗായികയാണ് ഗോൾഡി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചും ഒരേയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഗോൾഡി കഴിഞ്ഞ പ്രാവശ്യം ജഡ്ജസ് ചോയ്സ് ആയിരുന്നു അല്ലേ? ഇവിടെ വന്നതിന് ശേഷം ആ പാട്ട് നല്ല രീതിയിൽ പാടാൻ പറ്റി. ഇവരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട്, അതെന്താന്ന് മനസ്സിലായോ? നമ്മളുടെ പ്രേക്ഷകര് ഗോൾഡിക്ക് വേണ്ടിയിട്ട് അയച്ച മെയിലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 4 പാട്ടുകളാണ്. ഏറ്റവും കൂടുതൽ ഗോൾഡിയെ കൊണ്ട് അവർ പാടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഈ ഓഡിയൻസ് സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഗോൾഡിയുടെ അടുത്ത് പാടാൻ പറയുന്ന പാട്ടുകൾ ഏതാണ്? റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ കുറെ പാട്ടുകൾ പറയാറുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ അങ്ങനെ റിക്വസ്റ്റ് പ്രകാരം പാടിയിട്ടുള്ള പാട്ട് ഏതാ? അത് ഫിലിം സോങ് ആണ്. 7-ാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, പിന്നെ കോഴിക്കോട്ട് അങ്ങാടിയില്. അതൊക്കെയാണ് സ്ഥിരം പാടിക്കാറുണ്ടോ പാട്ട്? പഠിക്കാറുണ്ട്. ശരിയായിട്ട് പാടിക്കുന്നതാണോ അല്ലെങ്കിൽ പാടി ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ചുമ്മാ പറഞ്ഞട്ടെ, ഗോൾഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ അതിനകത്തുനിന്ന് ഒരെണ്ണൊന്ന് നറുക്കെടുത്തിട്ട് വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവെക്കിൽ. സിനിമ പാട്ടാണ്. ഈ പാട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ മാഷെ? 1964 കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ ഗാനമാണ്. കുട്ടിക്കുപ്പായം എന്ന സിനിമ കോഴിക്കോട് രാധയിൽ അന്നത്തെ ചരിത്രം സൃഷ്ടിച്ചു. 100-ാം ദിവസം ആഘോഷിച്ചു. പാവപ്പെട്ടവർക്ക് ഒന്നായിട്ട് ഭക്ഷണം കൊടുത്തു എന്റെ പ്രൊഡ്യൂസർ. സിനിമയ്ക്ക് അതിന്റെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ? ഉണ്ട്, കോഴിക്കോട് രാധയിൽ. അപ്പൊ എനിക്ക് ഇതിന്റെ രചന സംഗീതം പറയാൻ ഭാസ്കർ മാഷ്, ബാബുക്ക. എല്ലാ പാട്ടും ഹിറ്റാണ്. അതില് പാടിയത് AP കോമള. അതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. കുട്ടിക്കുപ്പായത്തിലെ ആ പാട്ടുകൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാം. കേട്ടവർക്ക് വേണ്ടി വീണ്ടും കേൾക്കാൻ, കേൾക്കാത്തവർക്ക് ഒരിക്കൽ കൂടി
ഈ ഗാനം ആസ്വദിക്കാൻ.